ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനീസ് ഡിഷായ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി മെത്തേഡിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് 2 ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നാക്കി മിക്സ് ആക്കി എടുക്കാം. ഇനി അത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു കോഴിമുട്ടയും ഒഴിച്ചു കൊടുക്കാം. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലംപ്സ് ഒന്നും ഇല്ലാതെ നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സവാളയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ക്യാപ്സിക്കും പിന്നെ ഒരു 4 വറ്റൽമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കനമില്ലാതെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ അത് തമ്മിൽ ഒട്ടി പിടിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഫ്ലോർ ഒട്ടും ബാക്കി വന്നിട്ടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ സെയിം പാനിൽ തന്നെ സെയിം ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാളയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അറിയാലോ, ചൈനീസ് ഡിഷിനൊന്നും വെജിറ്റബിൾസ് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി മിക്സാക്കി എടുക്കാം. ഈ 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത സോസുകളും വെജിറ്റബിൾസൊക്കെ ചിക്കനിൽ നന്നാക്കി മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നാക്കി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് നന്നാക്കി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.